ഹായ് ഹായ്, വേലിക്കെട്ടിലിങ്ങനെ കോവയ്ക്ക പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോഴാണ് എന്നാലിന്ന് കോവയ്ക്ക കൊണ്ട് തോരൻ ഉണ്ടാക്കാമെന്ന് കരുതിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, കോവയ്ക്ക കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി കുന അരിഞ്ഞ് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കടുകെടുത്ത് പൊട്ടിച്ച് കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സവോള അരിഞ്ഞതും ചേർത്ത് പിന്നീട് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പച്ചമുളക് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നമുക്കൊന്ന് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇളക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയെല്ലാം ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കോവയ്ക്കയും സവോളയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് 5 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് ഞാൻ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് തിരകി വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞാനതൊക്കെ ഒന്ന് ആഡ് ചെയ്തു. ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു. ഇപ്പം നമ്മുടെ സ്വാദുള്ള കോവയ്ക്ക തോരൻ ഇവിടെ റെഡി. അതിൻ്റെ കൂടെ ഒരു അച്ചാറും തോരനും ചെറിയ മോരുകറി. എന്ത് ടേസ്റ്റ് എന്നറിയുമോ? പിന്നെ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. ഓക്കെ, ബൈ ബൈ.